ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്മാരോടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അവരും ക്ഷമിക്കട്ടെ. എന്തായാലും എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു മാധ്യമം, ഒരു ചാനൽ, ഓൺലൈൻ ചാനൽ നമ്മുടെയൊക്കെ മുന്നിൽ തുറന്നു പറഞ്ഞു ചില കാര്യങ്ങൾ. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുകയല്ലേ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പലതും അത് മനസ്സിലാകാതെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് സഹകരണം വാഗ്ദാനം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്നാണ് ഈ വിഡ്ഢിത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ഗണപതി ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പമ്പയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് സദ്യ കഴിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ പാപഭാരം നിങ്ങൾ കൂടി ചുമക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ചെയ്യപ്പെടുന്ന വിഷയം. എന്തായാലും ശരി, ഇന്ന് ഈ കേരളത്തിൽ അവിശ്വാസിയില്ല, ഇന്ന് ഈ കേരളത്തിൽ നാസ്തികനില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കേവലം വോട്ടിന് വേണ്ടി, വോട്ടിന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംഘടിത മതവിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഇവിടുത്തെ അന്ധവിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മനസ്സാക്ഷി കുത്താണ് അവർ ചെയ്യുന്നത്. അതിനെ ഒന്ന് ഇറക്കി വെക്കുവാൻ, ആ പാപഭാരം ഇറക്കി വെക്കുവാൻ, ആ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ പരിഹാര കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം, ഗണപതിക്ക് ശക്തിയുണ്ട്. ഗണപതി മിഥ്യയല്ല, ഗണപതി മിത്തല്ല.